അടുക്കളയിൽ പതിവില്ലാത്ത തട്ടലും മുട്ടലും ഒച്ചയും ബഹളമൊക്കെ കേട്ടിട്ട് ഒന്ന് ചെന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ നാളികേരം ചിലകരും ബഹളമൊക്കെയാണ്. എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ നല്ല കിടിലൻ ഒരു ചെറുപയർ പരിപ്പ് പായസമാണെന്നാണ് കേട്ടോ പറഞ്ഞത്. ഇന്ന് നമ്മുടെ വീട്ടിലെ ഒരാളുടെ പിറന്നാളായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്പെഷ്യലാണ് ഈ പരിപ്പ് പായസം. അങ്ങനെ ഓട്ടുരുളിയിൽ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ട് നമ്മുടെ ചെറുപയർ പരിപ്പ് നല്ല ചോക്കനെ തന്നെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാല് അങ്ങനെ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പരിപ്പ് ഒരു പകുതി വേവിൽ കുക്കറിൽ ഒന്ന് വിസിലടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മുറ്റത്ത് വിറകടുപ്പിലാണ് കേട്ടോ പായസം തയ്യാറാക്കുന്നത്. കുറച്ച് കൂടുതൽ തന്നെ തയ്യാറാക്കുന്നുണ്ട്. നമ്മുടെ അയൽപ്പക്കത്തൊക്കെ ഒന്ന് കൊടുക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെയാണ് കേട്ടോ കുറച്ച് കൂടുതൽ തയ്യാറാക്കുന്നത്. ഇടയ്ക്ക് നല്ലൊരു മഴ പെയ്യുമോ എന്നുള്ള പേടി കൂടി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ പുറത്താണല്ലോ പായസം തയ്യാറാക്കുന്നത്, അതിൻ്റെ പേരിലാണ് കേട്ടോ. അങ്ങനെ പകുതി വേവാക്കി വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പ് ശർക്കരയും തേങ്ങയുടെ മൂന്നാം പാലും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വറ്റിച്ച് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം രണ്ടാം പാലും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് അതുകൂടി വറ്റിച്ചെടുക്കുന്നുണ്ട്. വല്ലാതെ അങ്ങോട്ട് കട്ടി കൂടിയ ഒരു കൺസിസ്റ്റൻസിയിലല്ല തയ്യാറാക്കുന്നത്, ഇച്ചിരി ലൂസായിട്ടാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. അങ്ങനെ നമ്മുടെ പായസമൊക്കെ പകുതി മുക്കാൽ സെറ്റായി വന്നതിന് ശേഷം നമ്മൾ പിന്നെ ആവശ്യത്തിന് ഒരു 2 നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ആ ഒരു ടേസ്റ്റ് ഒക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ അതിനുശേഷം നമ്മൾ കുറച്ചധികം തന്നെ ഏലക്കായും ചുക്കും പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഈ സമയത്ത് ഒരു പ്രത്യേക മണമാണ് അല്ലേ, നല്ല കൊതിപ്പിക്കുന്ന ഒരു മണം വരുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് തീയൊക്കെ അണച്ചതിന് ശേഷം നമ്മൾ ഒന്നാം പാലും കൂടി ചേർത്ത് ഒന്ന് മിക്സാക്കി അതിനുശേഷം നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാക്കൊത്തും എല്ലാം കൂടി ചേർത്ത് നമ്മുടെ പായസം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കറുത്ത ശർക്കര എല്ലാത്തതിൻ്റെ പേരിലാണ് പായസം ഇങ്ങനെ വെളുത്തിരിക്കുന്നത് കേട്ടോ. എന്നാലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഉണ്ടായിരുന്നില്ല, അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. ഇനി കുറേ നാളെത്തിയിട്ട് പായസം കുടിക്കുന്നതിൻ്റെ പേരിൽ വല്ലാത്തൊരു കൊതിയായിരുന്നു. അതുകൊണ്ട് ചൂടാറാനൊന്നും നിന്നില്ല, ചൂടോടെ തന്നെ ഒരു ഗ്ലാസ് എടുത്തിട്ട് അങ്ങോട്ട് ഊതി തന്നെ കുടിച്ചു കേട്ടോ, ഞാനും ഉണ്ണിമോനും കൂടിയിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ടാറ്റ ബൈ ബൈ, സീ യു.